നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് സർക്കാർ ഗവർണർ പോര് നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തുമോ എന്ന ആശങ്ക ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തും എന്ന് ഗവർണർ വ്യക്തമാക്കുകയാണ്. ഗവർണർ സർക്കാർ പോരിൽ അയവ് വന്നോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ ആലത്തൂരിൽ നിന്നുള്ള ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, എങ്ങനെ മനസ്സിലാക്കണം ഈ പ്രശ്നം ഒരു രമ്യതയിലേക്ക് തീരുന്നു എന്നതാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതോ ഇത് തൽക്കാലം ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വം നിറവേറ്റി വീണ്ടും ഈ പോര് തുടരും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന് മുമ്പ് ചെറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്നലെ ഒരു പ്രേക്ഷകൻ, പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് ഓർമ്മയുണ്ട്, വിളിച്ച് മറ്റേ മനുവിന് പറഞ്ഞത് അത് തീർച്ചയായും ശരിയല്ല. അത്രയും സഹിച്ചിട്ട് മനു അത് കേട്ടു നിന്നു. എത്ര മര്യാദയ്ക്കാണ് താങ്കൾ എന്നല്ലാന്ന് മറ്റൊരു വാക്കേ പറഞ്ഞിട്ടില്ല. അതിനാദ്യം അഭിനന്ദനം പറയട്ടെ. ഞാൻ വിമർശിക്കുന്നില്ല, പോട്ടെ. അപ്പോ ഈ സംഭവം ഇത് എന്താ പറയുക, ഒരു ചക്കളത്തി പോര് പോലെയാണ് കാണുന്നത്. എന്തൊരു കഷ്ടമാണ് നോക്കുന്നത്. പ്രധാനമന്ത്രി വന്നിട്ട് ഒന്ന് പറയുന്നു, ഇദ്ദേഹം വന്നിട്ട് വേറൊന്ന് പറയുന്നു, കണ്ടാൻ മിണ്ടാണ്ട് പോവുക. ഈ നാട്ടിൻപുറത്ത് ഈ തർക്കങ്ങൾ നടക്കുന്നില്ലേ, അതേപോലെ നമുക്ക് അതൊക്കെ തോന്നുന്നത് കാണുമ്പോൾ ഇവർക്കൊക്കെ ഈ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ഒരു എന്താ പറയാൻ ഒരു വാക്കേ കിട്ടുന്നില്ല സാറേ, വാക്കേ കിട്ടുന്നില്ല. ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തം പ്രധാനമെന്ന് ഇവർ മനസ്സിലാക്കേണ്ടതിന്റെ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തീർച്ചയായും നമ്മളിപ്പോഴുള്ള ആൾക്കാർ ഇങ്ങനെ ഈ മലയാളികൾ ഇത് കണ്ടുകൊണ്ടും കേട്ടോണ്ടിരിക്കുക. മറ്റേ ഇന്ന് എം എം മണി പറഞ്ഞു കേട്ടില്ലേ, എന്തൊക്കെയാ പറഞ്ഞു ഞാൻ ഗവർണർ, എന്തൊക്കെയാ പറഞ്ഞു, പ്രകോപനം കൂടുതൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാറി എന്ന് പറയാ, അന്യനാട്ടിൽ നിന്ന് വന്ന വായി നോക്കി എന്ന് പറയാ. എന്താ ഇതിനൊക്കെ എന്ത് പറയും? മന്ത്രിയായിരുന്ന ആളാണ് ശ്രീ എം എം മണി എന്ന് കൂടി നമ്മൾ ഓർക്കണം ഈ ഘട്ടത്തിൽ. അല്ല, നിലവിലെ ഭരണകക്ഷി MLA ആണ്. എന്നിട്ട് എങ്ങനെ ഇപ്പൊ ഈ മറ്റേ മഞ്ഞുരുക എന്ന് പറഞ്ഞാല് പ്രകോപനം എന്തിനെങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? കഷ്ടത്. അദ്ദേഹം ഒറ്റയ്ക്കൊന്നും പോരാതെ ഇവര് എന്നും കരിങ്കൊടി, ദിവസവും കരിങ്കൊടി. കക്കൂസില് ഗവർണർ ഇറങ്ങി അവിടെ കരിങ്കൊടി. കഷ്ടം. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. നജീബ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ആലത്തൂരിൽ നിന്ന്. ശ്രീ നജീബിന് എന്ത് തോന്നുന്നു, ഈ പ്രശ്നം ഈ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പരിഹരിക്കപ്പെടുമോ? നജീബ്, ഹലോ നജീബ് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ സാറേ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? നജീബ് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? പറയൂ. അല്ല, ഇതിപ്പോ ഗവർണർ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. പുള്ളിയുടെ ഡ്യൂട്ടിയാണത്. അങ്ങനെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയേണ്ട കാര്യം. പിന്നെ നമ്മൾ ആരും തിരഞ്ഞെടുക്കാത്ത ഒരു വ്യക്തിയാണ് പുള്ളിയെ. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റിനെയാ, ഇവിടുത്തെ കേരള ഗവൺമെന്റിനെയാ. പിന്നെ കേന്ദ്രത്തെയാ. പുള്ളി ആരെ തിരഞ്ഞെടുത്ത്? പുള്ളിയെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് ആണ്. നമ്മുടെ ജനപ്രതിനിധികൾ ആര് പറഞ്ഞിട്ട്? നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാണ്? അവർക്ക് തോന്നുന്നവർ അവർ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തൊട്ട് ഇങ്ങനത്തെ MLA മാര്, പഞ്ചായത്ത് മെമ്പർമാര്, മുനിസിപ്പാലിറ്റി, ഇതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന. അല്ല, നമ്മൾ MLA മാരെ തിരഞ്ഞെടുത്ത MLA മാരാണല്ലോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ നമ്മൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ പ്രതിനിധികളായി. രാഷ്ട്രപതി ആര് തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതി ആരെ തിരഞ്ഞെടുക്കും? രാഷ്ട്രപതിക്ക് ഒരു ഇലക്ട്രൽ കൊളീജിയം ഉണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാധാരണക്കാരൻ ആരെങ്കിലും, നമ്മൾ നികുതി പണം കൊടുക്കുന്നവരാരെങ്കിലും രാഷ്ട്രപതി വോട്ട് ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ മുഖ്യമന്ത്രി അല്ല, ഞാൻ പറയും നമ്മൾ തിരഞ്ഞെടുത്ത കാര്യമാണ്. നമുക്ക് ആരെ വിശ്വാസം? അങ്ങനെയല്ല. അതിൽ താങ്കൾക്ക് ഒരു ചെറിയ എനിക്ക് തോന്നുന്നു ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന്. നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ വോട്ട് ചെയ്തിട്ടല്ലല്ലോ. നമ്മളൊരു MP MLA വോട്ട് ചെയ്യുന്നു. അവരുടെ നേതാവിനെയാണ്. അവർ ആർക്ക് ഭൂരിപക്ഷം കൊടുക്കുന്നു അവരാണ് പ്രധാനമന്ത്രിയാകുന്നത്, അവരാണ് മുഖ്യമന്ത്രിയാകുന്നത്. അപ്പൊ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ പ്രൂവൻ മെജോറിറ്റി ഇൻ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ്. അവിടെ ആർക്ക് ഭൂരിപക്ഷമുണ്ട്? അപ്പൊ റെപ്രസെന്റേറ്റീവ്സ് അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഞാനൊരു സാന്തിക ഒരു ഉദാഹരണം. ഇപ്പൊ ഗവർണർ സ്ഥാനത്ത് ഇരിക്കുന്ന ആള് രാഷ്ട്രീയം പാടണ്ടോ ഇല്ലയോ?
രാഷ്ട്രീയം പാടില്ല. ഗവർണർ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ പക്ഷേ ഒരു ഞാൻ പറഞ്ഞിട്ട് പറയാം ഈ രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞു. അല്ല, എന്നോട് ചോദിച്ചാൽ പിന്നെ ഞാൻ പറയണ്ടേ മറുപടി? അതാണ്. അതെ ഞാൻ പറയാം. ബാക്കി ഞാൻ പറയുന്നത് കൂടെ കേൾക്ക്. രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഗോവ ഗവർണർ ആരാ സാറേ? അല്ല, അത് ശരിയാണ്. ഇപ്പൊ സ്പീക്കർക്ക് രാഷ്ട്രീയം പാടുമോ? അല്ല, ഞാൻ ചോദിച്ചത് അല്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചത് മറുചോദ്യമാണ് ഞാൻ പറയുന്നത്. സ്പീക്കർക്ക് രാഷ്ട്രീയം പാടുമോ? സ്പീക്കർക്ക് രാഷ്ട്രീയം പാടാണ്. സ്പീക്കർ രാഷ്ട്രീയം പറയാറില്ല. അപ്പൊ നമ്മുടെ എൻ ഷംസീർ എന്തൊക്കെ വിവാദ പരാമർശങ്ങൾ MLA ആയിരിക്കുമ്പോൾ നടത്തിയ ആളാണ്. സ്പീക്കർ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം വേറെ തരത്തിലല്ലേ പ്രതികരിക്കുന്നത്? ഈ സ്പീക്കർ തിരഞ്ഞെടുത്ത സാധാരണ ജനങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. സ്പീക്കർ തെരഞ്ഞെടുത്തല്ലേ? MLA ആണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. സ്പീക്കർ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്. നിങ്ങൾ ഇതിലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളുകളെ ചെക്സ് ആൻഡ് ബാലൻസ് എന്നാണ് പറയുന്നത്. ശ്രീ നജീബെ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും. ഈ ചെക്സ് ആൻഡ് ബാലൻസ് എന്നാണ് ഇത് പറയുന്നത്. ഒരാളുടെയും പരമാധികാരം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ പാർലമെന്റ്, കോടതി, അതുപോലെ പല സംവിധാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിയന്ത്രണം ഉണ്ടാകുക, പരസ്പര ധാരണയോടുകൂടി പെരുമാറുക എന്നതാണ്. അപ്പോൾ സ്പീക്കർക്ക് ഇപ്പോൾ രാഷ്ട്രീയം ഉണ്ടാവില്ല. സ്പീക്കർ ഇപ്പം നമ്മൾ എൻ ഷംസീറിൻ്റെ അടുത്ത് ചെന്ന് ഒരു രാഷ്ട്രീയ പ്രസ്താവന ആവശ്യപ്പെട്ടല്ല, അദ്ദേഹം ഇപ്പം തരില്ല. അദ്ദേഹം തരില്ല. അതിന്റെ കാരണം എന്താണ്? അദ്ദേഹം രാഷ്ട്രീയപരമായി ഇപ്പൊ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ സ്പീക്കറിൻ്റെതായ ചില നിലപാടുകൾ പൊതു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ അതേപോലെ തന്നെയാണ് ഗവർണറുടെയും കാര്യം. അവർക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, പക്ഷെ അവർ ആ സ്ഥാനത്തിരിക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ജസ്റ്റിസ് കൃഷ്ണയ്യർ അദ്ദേഹം കോടതിയിലെ ജഡ്ജായിരുന്നില്ല, അദ്ദേഹം രാഷ്ട്രീയ മന്ത്രിയായിരുന്നില്ലേ? അപ്പൊ അത് വേറെ. മന്ത്രിയായിരിക്കുന്ന കാലത്ത്, രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്ന കാലത്ത് വേറെ. ഞാനൊരു പദവി ഏറ്റെടുക്കുമ്പോൾ പിന്നെ ആ പദവിയിലിരുന്ന് വേറെ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ. ഇന്നലെ സാറേ, ഇന്നലെ ഒരു സംഭവം നമ്മുടെ ബംഗാളിൽ ED എല്ലാരും കൂടെ എന്തോ നിങ്ങൾ ടെലിഫോൺ ലൈനിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പ്രഭാകരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രഭാകരൻ എന്ത് തോന്നുന്നു? നമ്മുടെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് തോന്നുന്നത്? ഇത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ UP-യിലുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിക്കുകയും ധാരാളം നാള് അവിടെയൊക്കെ തൊഴിലെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എന്തുതരം പ്രവർത്തനങ്ങളാണ് അവിടെ ഏർപ്പെട്ടിരുന്നത്? ഞാനൊരു ചിത്രകാരനാണ്. ഞാൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള ചിത്രകാരനാണ്. ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്നു, വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതാണ്. വീട് എവിടെയാണ്? എന്റെ വീട് കേരളത്തിലാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഏതെങ്കിലും പാലക്കാടാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല, കണ്ണൂരാണ്. കണ്ണൂർ. അതെ. ഈ ഡൽഹിയിലിരിക്കുന്ന ചില ഏമാന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പുള്ളി എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. കാരണം പുള്ളി വളരെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു ഇസഡ് കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി റോഡിൽ ഇറങ്ങി പിള്ളേർക്ക് കരിങ്കുടി കാണിച്ചു കഴിഞ്ഞാൽ റോഡിലേക്ക് ചാടി ഇറങ്ങുമല്ലോ. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഗവർണർ ADC ഉണ്ടല്ലോ, ADC ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ വോളിബോൾ താരം ഉദയകുമാർ സാറിനെയൊക്കെ ഓർമ്മയില്ലേ? ആ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ ഏതെല്ലാം ഗവർണർമാരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരം ഡ്യൂട്ടികള്. ഇതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാതെ ഒരു കീലേരി അച്ചുവിനെ പോലെ റോഡിലേക്ക് ചാടി ഇറങ്ങുവാണ്. എന്നിട്ട് പാനം മുറുക്കി തുപ്പി വൃത്തികെട്ട രീതിയിലാണ് ഒരു ഗവർണറുടെ എല്ലാവിധ ഈ മൂല്യങ്ങളും ഇല്ലാതെയാണ് അദ്ദേഹം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പണ്ടത്തെ രാമനാഥിന്റെയും EK നായനാരും ഒക്കെ ആയിരിക്കുന്ന സമയത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊരു വിഷയമല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ഒരു കാരണവശാലും പരിഹരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ്. ഇത് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള 5-8 പാർട്ടികൾ ചാടി മാറി മറുകണ്ഠം ചാടി അവസരവാദ രാഷ്ട്രീയത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ എനിക്ക് താങ്കൾ പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇന്ന് മറുവശത്തുനിന്ന് വന്ന വിമർശനം കേട്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിപ്പോയി. MM മണി അദ്ദേഹം ഒരു MLA ആണ്, നമ്മൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ഇങ്ങനെയാണോ പെരുമാറേണ്ട അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കേണ്ടെന്നൊരു സംശയം. MM മണി പറഞ്ഞ അദ്ദേഹത്തിന്റെ രീതി, അവരൊക്കെ ഫേസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാർഷിക രംഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ, അതും ഗവർണറുമായിട്ട് എന്ത് ബന്ധം? അല്ല, അദ്ദേഹം പറഞ്ഞ വാക്ക് ഒരുപക്ഷെ താങ്കൾ കേട്ട് കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രൂക്ഷമായ വാക്കുകളാണ്. ശ്രീ പ്രഭാകരൻ അതിനോട് യോജിക്കുന്നുണ്ടോ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ? ശരിയാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ ഗവർണർ
ഗവർണർ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എം എം മാണി അതല്ല പറയേണ്ടത്, അതിനപ്പുറത്ത് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഗവർണർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരിക്കൽ ഗവർണറുമായി സംസാരിക്കാൻ അവസരം കിട്ടിയത് കണ്ണൂരിൽ വെച്ചാണ്. അന്ന് അദ്ദേഹത്തിന്റെ പിന്നെ ADC ഉൾപ്പെടെ ആക്രമിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം കേട്ടോ. അത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് അറിയാലോ കണ്ണൂർ എന്താണ് സംഭവിച്ചതെന്നൊക്കെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആ സംഭവ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം ഗവർണറെ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ADCയുടെ പിന്നെ എന്താണ് ആംഗ്ലറ്റ് എന്നാണ്, അതായത് അവരുടെ ഒരു ഔദ്യോഗിക വസ്ത്രത്തിൻ്റെ ഭാഗമായുള്ള ഭാഗം അത് വലിച്ചു കീറി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതോടൊപ്പം തന്നെ അന്ന് അത് പിന്നീട് അദ്ദേഹം കണ്ടപ്പോൾ ആ കാര്യം എന്നോട് പറയുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ പ്രോട്ടോകോൾ ഭയങ്കരമാണല്ലോ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ. അപ്പോൾ ഗവർണർ വന്നു കഴിഞ്ഞ് ഗവർണർ പോയതിനു ശേഷമേ മറ്റാളുകൾ എഴുന്നേക്കാവൂ. പക്ഷേ അവിടെ അതൊന്നും ഉണ്ടായില്ല. തനിക്കെതിരെ ഒരു പ്രോട്ടോകോളും ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനും ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വിമർശനം ശരിയാണ്. ശ്രീ പ്രഭാകരൻ കണ്ണൂരുകാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപക്ഷെ അവിടെ ഞാൻ കണ്ണൂരുകാരനാണെങ്കിലും കഴിഞ്ഞ 10-25 വർഷങ്ങളായിട്ട് ഞാൻ വിദേശങ്ങളിലൊക്കെ ആയിരുന്നു. ഇത് സംഗതി ഇത് ഗവർണർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾ ഉള്ള ഒരു വ്യക്തി ചുമ്മാ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് പാനം മുറുക്കി തുപ്പി അങ്ങ് വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എം എം മണി പറഞ്ഞല്ലോ, കേരളത്തിലെ വിദ്യാർത്ഥികളെ പുള്ളി ഗുണ്ടാന്നും എന്തൊക്കെ റാസ്കൽസ് എന്നാണ്, ബ്ലഡി റാസ്കൽസ് എന്നൊക്കെ തെരുവിലിറങ്ങി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എം എം മണി പറഞ്ഞത് പോരാ, ഇതിനപ്പുറം കടുപ്പിച്ച് പറയേണ്ടതായിരുന്നു. ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളമാണെന്നും ഒരു ഡെമോക്രാറ്റിക്കലി ഇത്രയധികം ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ അവിടെയാണ് എനിക്കൊരു അങ്ങ് പറയുന്നതിന്റെ അടുത്ത് അവിടെയാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. തിരിച്ചങ്ങോട്ടുള്ള ശരിയാണ്, വിയോജിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇയാൾ കണ്ടിരിക്കുന്ന ഖാപ്പ് പഞ്ചായത്ത് അല്ല കേരളം എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പോലും, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങൾക്ക് പോലും വേൾഡ് ക്ലാസിക്കുകൾ പോലും അറിയാവുന്ന ഒരു സമൂഹമാണ്. കാരണം വി സാംബശിവന്റെ കഥാപ്രസംഗം പോലെയുള്ള വേൾഡ് ക്ലാസിക്കുകൾ പോലും കേട്ടിട്ടുള്ളതാണ്. ഷേക്സ്പിയറിനെ കുറിച്ച് പോലും അറിയാവുന്ന ആൾക്കാരാണ് സാധാരണ കർഷക തൊഴിലാളികൾ കേരളത്തിലുള്ള. അവരുടെ മുമ്പിൽ ഒന്ന് കോപ്രായം കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും തീർച്ചയായിട്ടും. കേരളത്തിലായതുകൊണ്ടാണ് ഇയാള് ഈ പഞ്ചായത്തുകളിലൊക്കെ പോയി ചർച്ചകൊണ്ട് നടക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ശ്രീ പ്രഭാകരൻ ആവശ്യമായ സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റാഫി എന്നൊരു പ്രേക്ഷകൻ കൂടി ദോഹയിൽ നിന്നാണ് വിളിക്കുന്നത്. റാഫി, ദോഹയിൽ നിന്നല്ലേ വിളിക്കുന്നത്? അതെ അതെ അതെ. എന്ത് തോന്നുന്നു റാഫി, ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് തീരുമോ? പ്രശ്നം പരിഹരിച്ച് കാണുന്നതാണ് നമ്മുടെ ഒക്കെ ആവശ്യം. കാരണം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളായ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെങ്കിലും രാജ്ഭവനാണെങ്കിലും ഒരു സമന്വയത്തിൽ കൂടി പോകണം. പക്ഷേ ഈ ഗവർണർ എന്ന പദവി വന്ന കാലം മുതലേ ഇത് രാഷ്ട്രീയ തെറ്റുമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന അല്പം ചില ആളുകളൊക്കെ വന്ന് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മുൻ ഗവർണർ സദാശിവോ അദ്ദേഹം ഇരുന്ന സമയത്ത് ഇതുപോലെ വിഷയങ്ങൾ വന്ന സമയത്ത് പുള്ളി ഒപ്പിടാതെ വെച്ച് 1-2 ബില്ല് എന്ത് ചെയ്തു? പുള്ളി പുറത്ത് റോഡിൽ വന്ന് പത്രക്കാരോടല്ല മാധ്യമങ്ങളോടല്ല പറഞ്ഞത്, ഗവൺമെന്റിനോട് ഔദ്യോഗിക തലത്തിൽ പറഞ്ഞു. അത് കൊണ്ടുപോയി തിരുത്തി വരാൻ വേണ്ടി പറഞ്ഞു. അത് തിരുത്തി കൊടുത്ത് പുള്ളി ഒപ്പിട്ട് കൊടുത്തു. പുള്ളി വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈതേ പോയി. ഈ ഗവർണർ ഇവിടെ ചാർജ് എടുത്ത അന്ന് മുതൽ പുള്ളി എന്തോ ഒരു അജണ്ടയായി വന്ന മാതിരിയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഗവൺമെന്റായിട്ട് ഡയറക്റ്റ് സംസാരിക്കാതെ പുറത്തു വന്ന മാധ്യമങ്ങളോട് പറയാ, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട മാധ്യമങ്ങളോട് പറയാ, അല്പം ചില മാധ്യമങ്ങൾ ഗെറ്റ് ഔട്ട് അടിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ ഈ മുൻപ് സംസാരിച്ച പ്രഭാകരൻ എന്ന ആള് പറഞ്ഞു സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ട് പുള്ളി ഈ ഒരു മാസം മുന്നേ കോഴിക്കോട് പോയിട്ട് കാണിച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങള് പുള്ളിയുടെ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ആ കോഴിക്കോട് മിഠായിത്തെരുവിൽ നടക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഓർഡർ ഒന്നും പാലിക്കപ്പെടാതെ കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരാളല്ലേ, എന്തെങ്കിലും ഒരു ചെറിയൊരു അനിഷ്ട സംഭവം ഉണ്ടായാലും പുള്ളി എന്ത് റിപ്പോർട്ട് കൊടുക്കും? ഗവർണർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ പുള്ളി റിപ്പോർട്ട് കൊടുക്കൂലേ? അപ്പൊ പുള്ളിയുടെ ഉദ്ദേശം വേറാണ്. തന്നെയുമല്ല, പുള്ളി ഈ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ കരിങ്കൊടി കാട്ടുന്ന പിള്ളേർക്കെതിരെ ചാടിയിട്ട് ഇനി ആരടാ വാടാ ഞാനാടാ ബ്ലഡി ഫൂൾ, കോയല സിനിമയിൽ അംബരീഷ് പുരി പറയുന്ന ബ്ലഡി ഫൂൾ, ക്രിമിനൽ. പുള്ളി നിൽക്കുന്ന ഒരു സ്ഥാനത്തിനൊരു പദവിയില്ലേ. പുള്ളി പല ഇത്തരം രാഷ്ട്രീയ കളരികളിലും ഇത്തരം കളരികളും 5-8 പ്രാവശ്യം ചാടി വന്ന ആളാണെങ്കിലും ഒരു സ്ഥാനത്തെത്തുമ്പോൾ ആ സ്ഥാനത്തിനൊരു വില വേണ്ടേ? ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ രാഷ്ട്രീയത്തിലുള്ള ആളാണ്. ഇതില് ഗവർണറുടെ ഒരു ആരോപണം എന്താന്ന് വെച്ചാൽ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ കരിങ്കണി കാണിക്കുന്നത്, അദ്ദേഹത്തിന്റെ വണ്ടിയിൽ അടിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സമരമുഖത്ത് എടുത്തു ചാടിയാൽ വരും. സാധാരണ ഇപ്പൊ
ഇപ്പൊ ഷൂ എറിഞ്ഞു മുഖ്യമന്ത്രി, പിന്നെ വണ്ടിക്കെതിരെ ഷൂ എറിഞ്ഞു, കല്ലെറിഞ്ഞു. കഴിഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ പിന്നെ കല്ലേറ് നടത്തി. അതിനൊക്കെ നിയമ നടപടികൾ നേരിട്ടെങ്കിൽ കൂടിയിട്ട് സമരമുഖത്തെത്തുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷെ ആരും അത്രയും ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. അതിലേക്ക് എടുത്തു ചാടി നീ വാടാ ഞാൻ അടിക്കേണ്ട, അതൊക്കെ ഒരു ഗവർണറായ അത് വന്ധ്യ ഒരു വയോധികനായ ആളല്ലേ. പുള്ളിയുടെ വയസ്സും പുള്ളിയുടെ പ്രായവും പുള്ളി ഇരിക്കുന്ന സ്ഥാനമൊക്കെ ഒന്ന് കരുതണ്ടേ. പുള്ളി എന്തോ ഒരു അജണ്ട നടപ്പാക്കുന്ന രീതിയിൽ മാത്രം ഈ ഗവർണർ വന്നതിന് ശേഷം, പണ്ട് നമുക്ക് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ TN ശേഷൻ എന്ന് പറഞ്ഞവർ ഈ ഗവർണർ എന്താണ് എന്നുള്ള ഒരു നില മറന്നുള്ളൊരു കളിയാണ് പുള്ളി കളിക്കുന്നത്. അത് ശരിയല്ല. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് ശ്രീ റാഫി, വളരെ നന്ദി. ദോഹയിൽ നിന്ന് വിളിക്കുകയും അവിടുത്തെ പ്രവാസികളുടെ ഒക്കെ ഒരു പൊതു അഭിപ്രായം എന്ന രീതിയിൽ നമുക്കിതിനെ പരിഗണിക്കാം. അബ്ദുൾ റഹ്മാൻ എന്നൊരു ഹാഷിം എന്നൊരു പ്രേക്ഷകൻ കായംകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഹാഷിമിന് എന്ത് തോന്നുന്നു? നയപ്രഖ്യാപന പ്രസംഗം എങ്ങനെ ഇത് പിന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹം നിർവഹിച്ചെങ്കിലേ പറ്റൂ. അദ്ദേഹം ഓരോ പ്രസംഗത്തിനും വല്ല രാജസ്ഥാനിന്റെയും മറ്റേ കേരള യൂണിവേഴ്സിറ്റിയിലെ അവിടെയുള്ള പ്രസംഗത്തിനൊക്കെ പോയിട്ട് അദ്ദേഹത്തിനെ വിളിക്കുന്ന വിളികളും കാര്യങ്ങളും ഒക്കെ കേട്ടാൽ നമുക്ക് അറപ്പ് തോന്നും. അദ്ദേഹം റോഡിൽ ഇറങ്ങിയിട്ട് പറയാണ് ഇവിടുത്തെ കേരള ഗവൺമെന്റ് നിൽക്കുന്നത് ചാരായ കച്ചവടവും പിന്നെ ലോട്ടറി കച്ചവടവും കൊണ്ടാണെന്ന്. പിന്നെ കോഴിക്കോട് അലുവ തിന്നാൻ പോയി. അദ്ദേഹത്തിന് എന്തെങ്കിലും പിന്നെ സമാധാനം ഉണ്ടായ കേരളത്തിൽ പിന്നെ നിയമ സംവിധാനം തകർന്നോ? ഇല്ല. അദ്ദേഹം റോഡിൽ ചാടി ഇറങ്ങുക, ഇല്ല പേപ്പട്ടികളെ പോലെ കുരയ്ക്കുക, ഇതൊന്നും ഒരു ശരിയായ ഇതല്ല. അദ്ദേഹം കഷായമില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം പിന്നെ ചേരാത്ത പാർട്ടിയില്ല. അല്ല, അതൊക്കെ ഒരു വ്യക്തിയുടെ താല്പര്യമല്ലേ. നമുക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിൽ പോയിക്കൂടെ? പല പാർട്ടികളിൽ പോയവരല്ലേ. അദ്ദേഹം ചേരാത്ത പാർട്ടിയില്ല. അദ്ദേഹം ലാസ്റ്റ് ഇപ്പം ഇവിടുന്ന് വിട്ടുപോയാൽ വീട്ടിൽ പോയി കുത്തിയിരിക്കേണ്ടതാ. അതാണ് ലാസ്റ്റ് ഗവർണർ പദവി എന്ന് പറയുന്നത്. അദ്ദേഹം അതുപോലെ പെരുമാറണം. അതാണ് അതിന്റെ ആവശ്യം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. സാറിന്റെ ഈ സംസാരങ്ങൾ ഈ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 4 ദിവസം കൊണ്ട് ട്രൈ ചെയ്യാണ് സാറിന് വേണ്ടിയിട്ട്. ഇത് വിളിച്ച് ഇതുപോലെ വെക്കും. സാറ് 15 മിനിറ്റ് 20 മിനിറ്റ് സംസാരിക്കാൻ കൂടെ ചേർന്നിട്ട് നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടത്തില്ല. ശരി, ഒരു കുഴപ്പമില്ല. നമുക്ക് ആഷിമിന്റെ പിന്നെ ഇന്നലെ വിളിച്ച CC എന്ന് പറഞ്ഞ ഒരു കോട്ടയത്ത് നിന്ന് വിളിച്ച ഒരു സ്ത്രീ പറഞ്ഞു അവന്മാര് ഭരണത്തിൽ കയറി അതുകൊണ്ട് ഒരു മന്ത്രിസഭയെ ഒരു മുഖ്യമന്ത്രി ഒരു അവന്മാരെന്നൊക്കെയല്ല അവരെ പറയേണ്ടത്. ആ മന്ത്രിസഭ കൊള്ളത്തില്ല, കൊള്ളത്തില്ലെന്ന് പറയാ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റില്ല. ഇവന്മാരെന്നൊക്കെയൊന്നുമല്ല സംസാരിക്കുന്നത്. ശരിയാണ്. അത് ഞാൻ പലപ്പോഴും ആളുകളോട് പറയുന്നുണ്ട്. നമ്മൾ പൊതുവേ നമുക്ക് വിയോജിപ്പുള്ള ആളുകളോട് പോലും നമ്മൾ ഒരു മര്യാദയോടുകൂടി സംസാരിക്കാനാണ് ശീലിക്കേണ്ടത്. പൊതുവേദി അതിൽ വളരെയധികം നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ കുറച്ചുകൂടെ വളരെ പരിചിതരായ നേതാക്കളായിരുന്നു. ഏത് സാമൂഹിക സാഹചര്യം വന്നാലും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നറിയാം. ഇപ്പോഴത്തെ നേതൃത്വത്തിന് അവരൊരു പരിചയക്കുറവ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. പരിചയക്കുറവല്ല, അവരെത്ര കാലത്തെ എത്ര പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് CK കരുണാകരൻ മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി ലീഡറായത്. AK ആന്റണി KSUവിന്റെ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന ആളാണ്. അപ്പൊ അതിപ്പോ ഒരു KK ആന്റണിയോടും K കരുണാകരനോടും ഇപ്പോഴത്തെ നേതൃത്വത്തെ ആരും താരതമ്യം ചെയ്യാൻ തയ്യാറാവില്ല. ഇവര് കുറെ കാലം കഴിയുമ്പോൾ ആ നിലയിലേക്കൊക്കെ എത്തും. ഇവരേറ്റെടുത്ത ഉത്തരവാദിത്വം. പൊതുവേദി തുടരുന്ന ഒരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹൻ, കോട്ടയത്ത് എവിടെ നിന്നാണ് മോഹനൻ വിളിക്കുന്നത്? ശ്രീ മോഹനൻ കേൾക്കാമോ? കേൾക്കാം. കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയത്തടുത്ത് നട്ടാശ്ശേരി എന്ന് പറഞ്ഞ. നട്ടാശ്ശേരി. അതെ. എന്ത് തോന്നുന്നു ശ്രീ മോഹനൻ? ഈ നിങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ പൊതുവെ ഈ വിഷയം ചർച്ച ചെയ്ത് കാണുമല്ലോ, ഈ ഗവർണർ സർക്കാർ തർക്കം. ഇത് എങ്ങനെ പരിഹരിക്കും എന്നാണ്? പരിഹാരത്തിലേക്കായോ? ഒരുപാട് പേര് ഇങ്ങനെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് കേരളത്തിൽ ഭരിക്കാൻ പറ്റുന്ന മന്ത്രിമാര് പോയിട്ട് ആരും തന്നെ ഭരണം പോലും നല്ലതല്ല. അപ്പോ ഈ ഗവർണർ ചെയ്ത് ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പുള്ളി സഹി കെട്ടിട്ടാണ് അവസാനം റോഡിന്റെ നടുക്കേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ആ വണ്ടിയിൽ വെച്ച് പുള്ളി ആക്രമിക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പുള്ളി പുറത്തിറങ്ങി. അതുകൊണ്ടാണ് ഒരുപക്ഷെ അന്ന് രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് ഞാൻ പറയുള്ളൂ.
അതുപോലെ തന്നെ മറ്റേ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും അദ്ദേഹം എടുത്ത നിലപാടുകൾ ശരിയാണെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് അതൊരിക്കലും ഒരു തെറ്റായ നടപടിയൊന്നുമല്ല. അത് ശരിയായ രീതിയിൽ അത് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ അതിന് നടപടി ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും ശരിയായ രീതിയിൽ നല്ലൊരു ഭരണം നടക്കുന്നില്ല എന്നുള്ളതാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. നിഖിൽ ദാസ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. നിഖിൽ ദാസ്, കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് പന്നിയങ്കര. ആ, എന്ത് തോന്നുന്നു ശ്രീ നിഖിൽ ദാസിന് ഈ തർക്കമൊക്കെ കാണുമ്പോൾ? അല്ല, തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവർണർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. നിയമവശങ്ങളെല്ലാം അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോ അത് ഒരു നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഇവിടുത്തെ എന്താ പറയാ ഒരു ക്രിമിനലിന്റെ ഒരു വലിയൊരു ശ്രീ നിഖിൽ ദാസിന്റെ വോയിസിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതായത് മടങ്ങി വരാം. ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉമേഷിന് എന്ത് പറയാനുണ്ട് ഈ തർക്കത്തെ സംബന്ധിച്ച്? ഈ നയപ്രഖ്യാപന പ്രസംഗം വളരെ മനോഹരമായി നടക്കും എന്നാണോ ശ്രീ ഉമേഷ് കരുതുന്നത്? അല്ല, നയപ്രഖ്യാപന ഇവരെ ഒരു കാലഘട്ടത്തില് ഇവരെ ഒക്കെ തന്നെ എന്താ പറയാ എല്ലാത്തിനും കൂടി ചേർന്നിട്ട് ഇവർ പിൻവാതിൽ നിയമനായിക്കോട്ടെ ഇവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ചേർത്ത് അത് പിൽക്കാലത്ത് ആ വി സിയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ തെറ്റിയ ഒരു വേളയിലാണ് ഇവർ തമ്മിൽ പ്രശ്നമാണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഗവർണർ എന്ന് പറയുന്ന പദവി തന്നെ ഒരു രാഷ്ട്രീയത്തിന്റെ കീഴിൽ വരുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത്. ഇത്തരം ഈ ഗവർണർമാരുടെയും അതുപോലെ തന്നെ പിന്നെ ഈ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇതൊക്കെ രാഷ്ട്രീയത്തിന് കീഴിൽ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. ഈ ഒരു പദവി വേറെന്തെങ്കിലും നിയമ ഭേദഗതി വരുത്തണം. അതായത് ഒരു രാഷ്ട്രീയത്തിന്റെ കീഴിൽ വരുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പ്രശ്നം ഉടലെടുക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും രാഷ്ട്രീയത്തിന് കീഴിലല്ലാതെ മറ്റൊരു സംവിധാനം കാണണമെന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ പരിപാടി പണ്ടൊക്കെ 2-3 തവണ ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ദോഹയെന്നും പോളണ്ടെന്നും ഹംഗറിയിൽ നിന്നൊക്കെയാണ് നല്ല ന്യൂസ് 18 നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ലൊരു പരിപാടിയാണ്. വളരെ നന്ദി ശ്രീ ഉമേഷ്. താങ്കളും അതുപോലെ തന്നെ തുടർന്നും വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേന്ദ്രന് എന്ത് തോന്നുന്നു? ഈ പ്രശ്ന പരിഹാരമായി എന്ന് കരുതാറായോ ശ്രീ സുരേന്ദ്രൻ? അയ്യോ സാറേ, പ്രശ്നമൊന്നും പരിഹരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് പരിഹരിക്കാൻ തോന്നില്ല. കാരണം ഇദ്ദേഹത്തിന് ഭരണഘടന അറിയില്ല, പ്രോട്ടോകോൾ എന്താണെന്ന് അറിയില്ല, UGC എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെ വരാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട സാർ നേരത്തെ ഒരു പ്രതികരണം പറഞ്ഞു. അതായത് ഭരണഘടനാ പദവിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അത് അദ്ദേഹം ചെയ്യുന്നില്ല. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. പിന്നെ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ മാതിരി അത് ഇടുക്കിയിൽ നിന്നാണ് കിട്ടിയത്. കാരണം ഗോപിനാഥ് രവീന്ദ്രനെ പോലുള്ള ഒരാളെ അദ്ദേഹം ഗുണ്ട എന്നാ വിളിച്ച്. അതുമാതിരി തന്നെ നിങ്ങൾ പത്രക്കാരെയും വിളിച്ച് നിങ്ങൾ ആ വാർത്തകളൊന്നും പറയുന്നില്ല. അപ്പൊ കൊടുത്ത കൊല്ലത്തും കിട്ടും. അത് MM മണിയുടെ നിന്നാ കിട്ടിയത്. അതിപ്പോ ആ നിലയ്ക്ക് കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിക്കും. അതിനാണ് കൂടുതൽ കിട്ടിയില്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെയാണ്. ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് പൊതുവെ എന്റെ അഭിപ്രായം. അത് ആരോടായാലും ശരി. പിന്നെ മറ്റൊരു പ്രതികരണം തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ കോഴിക്കോട് മിഠായി തെരുവിൽ ആക്രമിക്കപ്പെടണ്ടായിരുന്നു. കാരണം ഒന്നുമില്ലാതെ പുറത്തിറങ്ങി നടന്നു. അതിന്റെ തൊട്ടപ്പുറത്തായിരുന്നു അസഫയുടെ പ്രതിഷേധം. അപ്പൊ ആക്രമിക്കപ്പെടുമായിരുന്നൊന്നുമില്ല. തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെടുമായിരുന്നില്ല, അല്ലെങ്കിൽ കോഴിക്കോട് ആക്രമിക്കപ്പെടണ്ടായിരുന്നു. അതുണ്ടായില്ല. എന്തായാലും അത് കേരളം ആയതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ക്രമസമാധാന നില കംപ്ലീറ്റ് തകർന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് മിഠായി തെരുവിൽ നടന്നപ്പോ എന്തായി? അദ്ദേഹം പറഞ്ഞ വാക്കിനെതിരായി. കാരണം അവിടെ ഒരു പ്രശ്നമില്ല. അതുപോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നൂടെ, ഒരു പ്രശ്നമില്ല. അവരൊക്കെ നടന്നു കാര്യങ്ങൾ. ഇത് ഈ ജനങ്ങളുടെ ഇടയിലേക്കാണ് നടന്നുപോയത്. ഇവിടെ ഒരു പ്രശ്നം നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ അദ്ദേഹം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. രാജേഷ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജേഷ്, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ്. ശ്രീ രാജേഷിന് എന്ത് തോന്നുന്നു? ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയാറായോ ശ്രീ രാജേഷ്? പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഇന്ത്യയുടെ പ്രശ്നം മൊത്തം തീരുമല്ലോ. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടക്കുന്നതല്ലേ മൊത്തത്തിൽ പ്രശ്നം.
ഈ ഗവർണർ സർക്കാർ പോര് എങ്ങനെ പോകുന്നു? ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടാണ് എനിക്കൂടെ ഒന്ന് വിളിച്ച് പ്രതികരിക്കണമെന്ന് തോന്നിയത്. മറ്റേ സൈലന്റ് ആയിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ശരി. ഇപ്പൊ MM മണിയെ പുകഴ്ത്തി കുറെ ആൾക്കാർ സംസാരിക്കുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നും ഇപ്പൊ ഒരാൾ പ്രതികരിച്ചിട്ട് പോകുന്നത് കണ്ടു. MM മണിക്ക് ഒരുപാട് കിട്ടണ സമയം കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ അടങ്ങിയിരിക്കുന്നതിന്റെ പേര് പുള്ളി ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു. അതല്ലേ സത്യം. വളരെ വ്യക്തമാണ് ശ്രീ രാജേഷിന്റെ അഭിപ്രായം. ഏതായാലും സമയപരിമിതി കൊണ്ടാണ് നമ്മൾ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ ഗവർണർ സർക്കാർ പോരിൽ മഞ്ഞുരുകിയോ എന്ന ചോദ്യമാണ്. ഏതായാലും 23% ആളുകൾ മഞ്ഞുരുകി തുടങ്ങി എന്ന അഭിപ്രായമുള്ളവരാണ്. അതേസമയം 77% ആളുകൾ പോര് തുടരും എന്ന് തന്നെയാണ് ഇപ്പോഴും ആശങ്കപ്പെടുന്നത്. ഏതായാലും ഈ 23%-ൽ ആത്മവിശ്വാസം ഉണ്ട്. പൊതുവേദിക്കും ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ പ്രശ്നം വൈകിയെങ്കിലും പരിഹരിക്കപ്പെടുമെന്ന്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.